ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ പ്രണാമം 2026 മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വനിതാ വാർത്താവതാരക പുരസ്കാരം NCTVയിലെ ന്യൂസ് റീഡർ റിയ മേരിക്കും, ജില്ലാ പുരുഷ വാർത്താവതാരക പുരസ്കാരം KR ശശികുമാറിനും മന്ത്രി സമ്മാനിച്ചു. കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാത്തവർ സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും പുറന്തള്ളപ്പെടുമെന്നത് യാഥാർത്ഥ്യമാണെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെ അനുസ്മരിക്കാനായി ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ പ്രണാമം 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാഷ്ട്രീയം ചരിത്രത്തിന്റെ ആവർത്തനമാണെന്നും ചരിത്രത്തിന്റെ വിലയിരുത്തലാണ് രാഷ്ട്രീയ വിജയങ്ങളുടെ രഹസ്യമെന്നും മന്ത്രി പറഞ്ഞു. ഓരോ വർഷവും മുടക്കമില്ലാതെ പ്രസ് ഫോറം മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെയെല്ലാം ആദരിക്കാൻ പരിപാടി സംഘടിപ്പിക്കുന്നു എന്നത് മാധ്യമ സമൂഹത്തിനാകെ മാതൃകയാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. പുതിയൊരു ജനറേഷന്റെ ചിന്തകൾ അതിനുകൂടി മുൻതൂക്കം, കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നമ്മൾ ഈ സിനിമയിൽ തന്നെയുണ്ട്, പല സംവിധായകരും ഒരുപാട് നല്ല സിനിമകൾ എടുത്തിട്ടുണ്ട്. അവരിൽ പലരും ഇന്ന് സിനിമയിൽ ഒന്നുമല്ല. അവരെടുക്കുന്ന പടങ്ങൾ കാണാൻ ആളില്ല, അവരെടുക്കുന്നത് പൊളിഞ്ഞു പോകണം, പടങ്ങൾ പൊട്ടിപ്പോകണം, അവരെ പടം എടുക്കാൻ ആരും സമീപിക്കുന്നില്ല. കാരണം വെച്ചാൽ ആ കാലത്തിന്റെ മാറ്റം അവർ ഉൾക്കൊണ്ടില്ല. തമിഴ് സിനിമയിൽ നമ്മൾ എടുത്തു നോക്കിയാൽ കെ ബാലചന്ദ്രൻ എന്ന സംവിധായകൻ, എനിക്ക് തോന്നുന്നു രജനീകാന്തിനെയും കമലഹാസനെയും സിനിമയിൽ കൊണ്ടുവന്ന കാലത്ത് അദ്ദേഹം സിനിമ എടുത്തു. അതിനുശേഷം യുവാവായ റഹ്മാനെ വെച്ചും സിനിമ എടുത്തു. എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം പ്രായം 10-80 വയസ്സാവുമ്പോഴും അദ്ദേഹം പുതിയ തലമുറയുടെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി മാറാൻ കഴിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും കാലം പിടിച്ചത്. എന്നാൽ അതുപോലെ തന്നെ വലിയൊരു സംവിധാനമായിരുന്നു ഭാരതിരാജൻ. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം അപ്പോഴും ഇദ്ദേഹം ന്യൂ ജനറേഷന്റെ മനസ്സ് മനസ്സിലാക്കി. അവർ ഡാൻസാണ് താല്പര്യമെങ്കിൽ ഡാൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത്, പാട്ടിന്റെ രീതികൾ മാറ്റി, കഥയുടെ രീതികൾ മാറ്റി, അങ്ങനെ അദ്ദേഹം പല ഘട്ടങ്ങളിൽ. സമഗ്ര സംഭാവനയ്ക്കുള്ള മധു സമ്പാളൂർ സ്മാരക സംസ്ഥാന മാധ്യമ പുരസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസ് സീനിയർ എഡിറ്റോറിയൽ കൺസൾട്ടന്റ് ഉണ്ണി ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി. കൊല്ലാടിക്കൽ രാജൻ സ്മാരക ജില്ലാ വനിതാ വാർത്താവതാരക പുരസ്കാരം NCTVയിലെ ന്യൂസ് റീഡർ റിയ മേരിക്കും, പുഞ്ചപ്പറമ്പിൽ കണ്ണൻ സ്മാരക ജില്ലാ പുരുഷ വാർത്താവതാരക പുരസ്കാരം കൊടകര KCVയിലെ KR ശശികുമാറിനും ചടങ്ങിൽ മന്ത്രി സമ്മാനിച്ചു. അധ്യാപന രംഗത്ത് മികച്ച മാതൃകയായിരുന്ന പുഞ്ചപ്പറമ്പിൽ കണ്ണൻ മാസ്റ്ററുടെ ഇളക്കായി ക്ഷണിക്കുന്നു. മാധ്യമപ്രവർത്തന രംഗത്ത് കാൽനൂറ്റാണ്ട് തികച്ച പ്രസ് ഫോറം സ്ഥാപക പ്രസിഡന്റും മലയാള മനോരമ ലേഖകനുമായ ലാലുമോൻ ചാലക്കുടിയെ മന്ത്രി ആദരിച്ചു. പ്രാദേശിക മാധ്യമ പ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള PN കൃഷ്ണൻ നായർ സ്മാരക ജില്ലാ മാധ്യമ പുരസ്കാരം കേരള കൗമുദി ഇരിങ്ങാലക്കുട ലേഖകൻ VR സുകുമാരനും, CK പള്ളി സ്മാരക ജില്ലാ പത്രമാധ്യമ പുരസ്കാരം മലയാള മനോരമ ചാവക്കാട് ലേഖകൻ KC ശിവദാസിനും, പൗലോസ് താക്കൂൽക്കാരൻ സ്മാരക ജില്ലാ ദൃശ്യമാധ്യമ പുരസ്കാരം ചേലക്കര CCV ന്യൂസ് ചാനലിലെ വിബിക്സ് ചേലക്കരയ്ക്കും, AP തോമസ് സ്മാരക ജില്ലാ വാർത്താ ചിത്ര പുരസ്കാരം കേരള കൗമുദി ചെറുതുരുത്തി ലേഖകൻ മനോജ് തൈക്കാട്ടിനും, കെയർ കേരള ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ മികച്ച ഓൺലൈൻ മാധ്യമത്തിനുള്ള ജില്ലാ പുരസ്കാരം പുതുക്കാട് ന്യൂസിലെ NM സരീഷിനും മന്ത്രി സമ്മാനിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അംഗം CK പോൾ അനുസ്മരണ പ്രഭാഷണം നടത്തി. സനീഷ് കുമാർ ജോസഫ് MLAയുടെ ചിറക് പദ്ധതിയുമായി സഹകരിച്ച് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്ക് അവാർഡ് നൽകി ആദരിച്ചു. MLA ഉപഹാര സമർപ്പണം നടത്തി. ചികിത്സാ ധനസഹായ വിതരണം നഗരസഭാധ്യക്ഷ ആലിസ് ഷിബുവും, അംഗങ്ങൾക്കുള്ള എക്സലൻസ് അവാർഡ് വിതരണം റബ്ബർ ബോർഡ് മുൻ വൈസ് ചെയർമാൻ KA ഉണ്ണികൃഷ്ണനും നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ്, നഗരസഭാ ഉപാധ്യക്ഷൻ KV പോൾ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ജിൽ ആന്റണി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ പെല്ലിശ്ശേരി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലീല സുബ്രഹ്മണ്യൻ, KC മനോജ്, പോളി പുളിക്കൻ, സുനന്ദ നാരായണൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽ K മേനോൻ, കാടുകുറ്റി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളി തോമസ്, പ്രസ് ഫോറം സെക്രട്ടറി സുനിൽ സരോവരം, ജനറൽ കൺവീനർ വിൽസൺ മെച്ചേരി എന്നിവർ സംസാരിച്ചു. ചീഫ് കോർഡിനേറ്റർമാരായ ഷാലി മുരിങ്ങൂർ, PA ഫൈസൽ, ആഷിൻ പോൾ, എക്സിക്യൂട്ടീവ് അംഗം അക്ഷര ഉണ്ണികൃഷ്ണൻ, മുൻ പ്രസിഡന്റുമാരായ മധു ചിറക്കൽ, KN വേണു, NR സരിത, തോമസ് കോമ്പാറ, ഭരിത പ്രതാപ്, ഭാരവാഹികളായ MS സദാനന്ദൻ, ജനിൽ ജെയ്സൺ, ലിക്സൺ വർഗീസ്,
ലിജോയ് കെ ജോയ്, നെൽസൺ ഫ്രാൻസിസ്, KB ബിനേഷ്, PS രാഹുൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഒപ്പം എന്നോടൊപ്പം ഇവിടെ അവാർഡ് നേടിയിട്ടുള്ള എല്ലാവരെയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. വളരെ നേരത്തെ ശ്രീ ഗണേഷ് കുമാർ കൃത്യമായി പറഞ്ഞതുപോലെ ഈ അവാർഡിന് ഒരു അപൂർവതയുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. അത് ഒരു പ്രദേശത്തെ പൂർവ്വസൂരികളായ മാധ്യമപ്രവർത്തകരെ എല്ലാം അനുസ്മരിച്ചുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകന് നൽകുന്ന അവാർഡാണ്. നമുക്ക് മറ്റു പല സാമൂഹിക അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടാകും. എന്നാൽ എന്നെ സംബന്ധിച്ച് ഇത് എൻ്റെ ഫ്രറ്റേണിറ്റിയിൽ നിന്ന് തന്നെ, എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അതാണ് എന്നെ സംബന്ധിച്ച് ഈ അവാർഡിനെ മഹത്തരമാക്കുന്നത്. ഇപ്പം ഇവിടെ വന്ന് ഞാൻ കാണുമ്പോൾ നമ്മൾ എല്ലാവരും ഈ വേദിയിലേക്ക് വന്നിട്ടുള്ളത് നമ്മളിൽ നിന്ന് വിട്ടുപോയ ഓരോ മാധ്യമപ്രവർത്തകന്റെയും ചിത്രത്തിന് മുന്നിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ്. ഇതൊന്നും കേരളത്തിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഈ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പല മാധ്യമ പരിപാടികളിലും ഞാൻ പോകാറുണ്ട്. നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകരുടെ പേരിലൊക്കെ അവാർഡുകൾ ഏർപ്പെടുത്തപ്പെടാറുണ്ട്, അവരെയൊക്കെ അനുസ്മരിക്കാറുമുണ്ട്. പക്ഷേ നമ്മുടെ പ്രദേശത്ത് ആ പ്രദേശത്തിന്റെ വികസനത്തിനു വേണ്ടി, ആ പ്രദേശത്തെ പ്രശ്നങ്ങളിലേക്ക് അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയൊക്കെ നിസ്വാർത്ഥമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അറിയപ്പെടാത്ത മാധ്യമപ്രവർത്തകർ